ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നാരങ്ങ അച്ചാറിടാൻ പോവുകയാണ്. കുറച്ച് വലിയ നാരങ്ങയാണ്, ഒരെണ്ണേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ പിച്ചാനായി ഞാൻ പറമ്പിലോട്ട് പോയി. ഫ്രഷ് കരിവേപ്പില ഇഷ്ടംപോലെ ഉണ്ട് ഗൈസ്. ഫ്രഷ് കരിവേപ്പില കണ്ടോ. പിന്നെ കുറച്ച് കാന്താരി പിച്ചാനുണ്ടായിരുന്നു. കാന്താരിയൊക്കെ പിച്ചാനായിട്ട് പോയി. അപ്പോൾ എൻ്റെ കൂടെ കുഞ്ഞാറ്റയും വന്ന്. കുഞ്ഞാറ്റ വാഴയുടെ മണ്ടേ ചാടി കയറിയിരിക്കുന്നു. കണ്ടോ ഗൈസ്, വാഴയുടെ മണ്ട ചാടി കയറിയിട്ട് ഇപ്പോൾ ഇറങ്ങാൻ പോവുക. കണ്ട, അങ്ങനെ അവളും എൻ്റെ കൂടെ വന്നു. ആ ടീപ്പുര മണ്ട കയറിയിരുന്നു. കണ്ട, അങ്ങനെ ഞാൻ കാന്താരിയും പിച്ചി. ഇഷ്ടംപോലെ കാന്താരിയൊക്കെ ഉണ്ട് ഗൈസ്. അച്ചാറിന് നല്ലതാണ്, കാന്താരിയൊക്കെ ഇട്ടാൽ നല്ല ടേസ്റ്റ് കിട്ടും. അങ്ങനെ ഞാൻ കാന്താരിയൊക്കെ പിച്ചി. അപ്പോൾ നമുക്ക് തുടങ്ങാം ഗൈസ്. ആദ്യം നല്ലെണ്ണ ഒഴിക്കുക, ആവശ്യത്തിന് നല്ലെണ്ണ ഒഴിക്കുക. അതിലേക്ക് കായപ്പൊടി ഇല്ലായിരുന്നുകൊണ്ട് കായത്തിൻ്റെ ഒരു കഷ്ണമാണ് ഗൈസ് ഞാൻ ആദ്യം ഇട്ട് മൂപ്പിച്ചത്. കണ്ട, അതിട്ട് മൂപ്പിച്ചിട്ട് പിന്നെ കുറച്ച് കടുക് പൊടിച്ച് വേണമെങ്കിലും ചേർക്കാം ഗൈസ്. പിന്നെ വെളുത്തുള്ളി ഇട്ട് എല്ലാം ഒരുപാടൊന്നും മൂക്കിയൊന്നും വേണ്ട, കുറച്ച്. എന്നിട്ട് നാരങ്ങയും കറിവേപ്പിലയും കാന്താരിയും കൂടെ ഇട്ട് കൊടുക്കും. അപ്പോൾ ഇതെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് വഴണ്ടി വരുമ്പോഴത്തേക്ക് ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പിട്ട് കുറച്ചൊന്ന് ചെറുതായിട്ടൊന്ന് വഴണ്ടി കഴിയുമ്പോഴത്തേക്ക് ഇറക്കി വെച്ചിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കും. പിന്നെ കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കും. അപ്പോൾ ഇതാണ് ഗൈസ് എൻ്റെ അച്ചാർ. നിങ്ങളെങ്ങനെയാണ് ഇടുന്നതെന്ന് എനിക്കറിയില്ല. എങ്ങനെയാണ് ഇടുന്നതെന്ന് കമൻറ്റ് ചെയ്യണം ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഈ അച്ചാർ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ ഗൈസ്. കണ്ടോ ഗൈസ്. അപ്പോൾ അച്ചാർ റെഡി ഗൈസ്. ഇനി ഞാനിന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അതിന് ഉപ്പൊക്കെ ഉണ്ടാവും നോക്കണ്ടേ. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഉണ്ട് ഗൈസ്, ഉപ്പൊക്കെ കറക്റ്റാണ്. അപ്പം നിങ്ങളിതുപോലെയൊക്കെ ട്രൈ ചെയ്ത് നോക്കുക ഗൈസ്. അപ്പോൾ ടാറ്റ, ബൈ ബൈ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.